അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നാട്ടിൽ മഴ ഉണ്ടോ? ഇന്നിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമുള്ള ദിവസമാണ് കേട്ടോ. നമ്മളെ മക്കളെ ബർത്ത്ഡേ ആണ്, ടിൻസ് ബേബ്സിൻ്റെ ചെറിയ മക്കളെ. അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കണം. നഴ്സറി പോകുന്നുണ്ടല്ലോ അവർ, അപ്പം അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ തലേന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പം കേക്ക് ഉണ്ടാക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കേട്ടോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവർ സ്പൈഡർമാൻ്റെ ഒരു ഫാൻസുകളാണ്. സ്പൈഡർമാൻ ആയാൽ മതി. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നമുക്ക് സ്പൈഡർമാൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓലെ കാണാതെ ഉണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഓല അംഗൻവാടി പോയ ടൈമിലാണ്. ഞാൻ ഒരു അംഗൻവാടി വിട്ട് വരുമ്പോഴത്തിന് കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ ബോക്സിലാക്കി അടച്ച് വെക്കണം. അല്ലെങ്കിൽ അഥവാ ഫ്രിഡ്ജ് തുറന്നാലും അത് കാണും. അപ്പം പിന്നെ ഭയങ്കര യുദ്ധക്കാരം ഇവിടെ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബീറ്ററൊക്കെ എടുത്തുകൊണ്ട് അതിൽ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് പഞ്ചസാരയും വാനില എസൻസൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിന് പൊടികളൊക്കെ തരിച്ച് വെച്ചിരുന്നു. ഇനി അതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓവൻ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടിച്ചലും വാരലും തുടക്കലും ചോറും കറിയും ഒക്കെ ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ. കാരണം ഇതിന് നിന്നാൽ വേറൊരു പണിക്ക് നിൽക്കാൻ പറ്റൂല. ഇതൊന്നും തന്നെ ഉണ്ടാക്കും വേണം. നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേന് അംഗൻവാടിക്ക് എത്തണം. അപ്പോൾ ഓല് വന്നാൽ അതൊന്നും നടക്കൂല. രാത്രിയാണ് ഞാൻ കേക്കിന് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയാണ് ചെയ്യൽ. അപ്പോൾ രാത്രി സ്പൈഡർമാൻ്റെ തീമായതുകൊണ്ടേ ഓലുണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ മോൾഡിൽ വെച്ചുകൊണ്ട് ഓവനക്ക് വെച്ച് കൊടുക്കട്ടെ. പിന്നെ മോൾഡിൽ നിന്നൊക്കെ നല്ലോണം ചൂടാറിയിട്ട് പുറത്തെടുക്കുകയാണ് കേട്ടോ. നല്ലോണം ചൂടാറാൻ ഞാൻ ഫാൻ ഇട്ട് കൊടുക്കലാണ് പെട്ടെന്ന് ചൂടാറാൻ. പിന്നെ ഓല് വരുമ്പോൾ തന്നെ തീർക്കണമല്ലോ. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് 2 എണ്ണമാണ് കേട്ടോ. 1/2 കിലോൻ്റെ 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബേസിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എന്നാൽ രണ്ടാക്കും ഒപ്പം മുറിക്കാലോ. പിന്നെ സ്പൈഡർമാനും കൂടി ആണെങ്കിൽ ഒറ്റന്നാണെങ്കിൽ പിന്നെ അവിടെ കച്ചറയിക്കാരം. ഇനി കേക്കൊക്കെ ലെയറുകളാക്കി 2 കേക്കല്ല അപ്പോൾ 6 ലെയറാക്കിങ്ങാണ്ട് അങ്ങനെ ചെയ്യണം. അപ്പം എന്താ പറയുക, അംഗൻവാടിയിൽ കുട്ടികൾ കമ്മിയാണ്. ഇപ്പോൾ സ്കൂൾ പൂട്ടിയ ടൈം ആയതുകൊണ്ട് എല്ലാവരും വിരുന്ന് വയ്ക്കല്ലേ. അപ്പം കുറേ കുട്ടികൾ കമ്മിയാണ്. അപ്പോൾ 1 കിലോൻ്റെ കേക്ക് കൊണ്ടായാൽ തന്നെ അവിടെ ബാക്കി വയ്ക്കാറ്. അപ്പം ക്രീം ബീറ്റ് ചെയ്യണം. ക്രീം പിന്നെ മെൽറ്റാൻ വേണ്ടി ഞാൻ പുറത്തെടുത്ത് വെച്ചിനി. അപ്പോൾ അതൊക്കെ ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ വൈറ്റ് ഫോറസ്റ്റിലും ചെറീസ് ഇടൽ കമ്മിയാണ്. ചെറീസ് എല്ലാവർക്കും ചെറീസിൻ്റെ ചുവ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ചെറീസ് ഇപ്പം ഇടലില്ല. ആദ്യം അങ്ങനെ ഇട്ടിനി, ഇപ്പം ഇടലില്ല. ആദ്യമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയണത് ഞാൻ കേക്കും പുഡിങ്ങും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ചെറുതായിട്ട് കാറ്ററിങ് വർക്ക് എടുക്കുന്നുണ്ട്. എനിക്കെന്താണ് കുക്കിങ്ങിനോടൊരു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഒരു ഫാഷനായി കണ്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഏത് സമയമില്ലെങ്കിലും അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തും. അപ്പോൾ പിന്നെ മക്കളൊക്കെ നഴ്സറിക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ ഫ്രീ അല്ലേ ഇക്കാരം. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യണതാണ് ഇതൊക്കെ. ഇത് പിന്നെ പിറ്റേന്ന് ബർത്ത്ഡേൻ്റെ അന്ന് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി ബോക്സിലാക്കി അടച്ച് വെച്ചതല്ല. അപ്പം അങ്ങക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു കണ്ട് അങ്ങനെ പെട്ടെന്ന് പോലെ കാണാതെ എടുക്കുകയാണ്. ഏതായാലും ഇപ്പം അംഗൻവാടിയിലൊക്കെ എത്തി. ഞങ്ങൾ രാവിലെ പെരുമയേനി കണ്ടോ. സ്പൈഡർമാനെ കണ്ടപ്പോൾ ഒരു ആവേശം. അതുപോലെ അംഗൻവാടിയിൽ എത്തിയിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ആദ്യം തന്നെ അയിമ വെച്ചിട്ട് ടോയ്സൊക്കെ ഉണ്ട് ആദ്യം എടുത്തു. അത് വായിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി. 2 ഒപ്പം കൊണ്ടുപോയിക്കണ്. എനിക്കൊരു പേടി എന്തേനി അറിയാം, അത് മുറിക്കാൻ അയക്കും അവരെന്നേനി. അപ്പോൾ ടീച്ചറെ ബർത്ത്ഡേ ഇന്ന് തന്നെയാണ് കേട്ടോ. അത് ഇന്നലെ രാത്രിയാണ് ഞാൻ അറിയണത്. ഞാൻ അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ നമുക്കൊക്കെ സെറ്റാക്കാം. കാരണം അവർ ഈ വർഷം കൂടി അംഗൻവാടിയിൽ പോകുന്നുണ്ട്. ടീച്ചർമാർ 2 എത്ര പുകഴ്ത്തിയാലും എനിക്ക് മതിയാവില്ല. കാരണം എൻ്റെ മക്കളെ എൻ്റെ കൂടെ ഞാനില്ലാതെ എവിടേക്കും പോകാതെ എന്നെ കാണാതെ നിൽക്കാത്ത മക്കളെ അവർ മെരുക്കിയെടുത്ത്. അപ്പോൾ അവർക്ക് 4 വയസ്സായി. ഞാൻ അടുത്ത വർഷം ഇൻഷാ അല്ലാ സ്കൂളിലൊക്കെ ആക്കാം, LKGയിലൊക്കെ ആക്കാം. കാരണം അവർ സംസാരം വൈകിയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഒന്ന് റെഡിയായി ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വർഷം അവരെ LKGയിലൊക്കെ ആക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വർഷം കൂടി ഈ അമ്മമാർ ടീച്ചർമാരെന്ന് പറയാൻ പറ്റില്ല, ഈ അമ്മമാരെ കൂടെ അവരങ്ങനെ പോട്ടെ. അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുത്തു. ടീച്ചർക്ക് 11 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. 10 മണിക്ക് ഇനി 11 മണിക്ക് ആക്കിയത് അവരുടെ ബർത്ത്ഡേ കാരണം. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.